ബാക്ക് ടു വ്ളോഗ്സ് ബൈ റംസി. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു മന്തി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. മന്തി ഉണ്ടാക്കാനായി 1 കിലോ ബസ്മതി റൈസ് 3 വട്ടം കഴുകി അതിനെ ഡ്രെയിൻ ചെയ്ത് 30 മിനിറ്റ് ഒന്ന് കുതിർത്താൻ വെക്കണം. അതിനുശേഷം ഒരു ക്യാപ്സിക്കം എടുക്കുക. നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്യേണ്ടതാണ്. ചോപ്പ് ചെയ്ത് നമ്മൾ ഈ ചെറിയൊരു ടൈപ്പ് ആകുന്ന വരെ ചോപ്പ് ചെയ്യണം. എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മിക്സിയിൽ ഒന്ന് പേസ്റ്റായി കൊണ്ടുവരിക. ഇതേപോലെ പേസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ചിക്കൻ എടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടണം. അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത് ഇടണം. ഇനി 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടതാണ്. മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം പട്ട, മുഴുവൻ മല്ലി, മന്തി മസാല എന്നിവ ഇടേണ്ടതാണ്. അതിനുശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച ഉണക്ക നാരങ്ങ, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, ഉപ്പ്, പിന്നെ 2 കഷ്ണം നാരങ്ങയും കൂടെ സ്ലൈസ് ചെയ്തിടണം. കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ എല്ലാം ഇട്ടിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. അതായത് 1 വിസിൽ കേൾക്കുന്നവരെ വേവിക്കേണ്ടതാണ്. പീസസ് ഇട്ട വെള്ളത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒരു ചെറിയ നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ച് നമ്മളുടെ അരി ഊറ്റി നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ ഈ അരിയെല്ലാം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. റൈസ് 90% കുക്കാവുന്ന വരെ അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ്. തക്കാളി ചട്നി ഉണ്ടാക്കാൻ 4 പഴുത്ത തക്കാളി നോക്കിയെടുത്ത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ തക്കാളി എല്ലാം കൂടെ ഒന്ന് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് എന്നിട്ട് അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഇട്ട് അതിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കണം. മയണൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ പാലൊഴിച്ച് അതിലേക്ക് നമ്മൾ ഉപ്പും കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അതിൽ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ ഇതേപോലെ തിക്കായിട്ട് എടുക്കണം. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് മയണൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് വെന്തോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. 1 വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. കുക്കർ ഓപ്പൺ ചെയ്യുക. ചിക്കൻ ഇതേപോലെ നല്ല വെന്തിരിക്കും. എന്നിട്ട് നമ്മളതിനെ ഒരു പാത്രത്തിലേക്ക് വെച്ച് നന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സ്റ്റാക്കിങ് മീൻസ് ഒന്ന് അടുക്കി ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ അരി ഒന്ന് ഊറ്റി വെച്ചത് ഇതിലേക്ക് തട്ടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ലെവൽ ചെയ്തതിന് ശേഷം ഒരു 4-5 പച്ചമുളക് എടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് കുത്തി വെച്ച് കൊടുക്കണം. ചിക്കൻ്റെ സ്റ്റോക്ക് ബാക്കി വന്ന് ഇതിൻ്റെ മുകളിൽ കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കളറിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ചാർക്കോൾ നമ്മൾ നന്നായിട്ട് കത്തിച്ചെടുക്കുക. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ച് അതിൽ ചാർക്കോൾ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മന്തി റെഡിയാകും. ഇതിൻ്റെ ശേഷം ലുക്കാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലത്തെ നല്ല വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്